product from Gino Columbarat Music Factory. Welcome, Pasha. How's everything? बॉस सब कुछ ठीक है. Good. Then let's continue. Look, guys, India is one of our main enemy. Last time, we tried to create panic in Mumbai, but didn't work out as we planned. Mainly because of Indian Army and intelligence, which is one of the best in the world. बॉस तो अब हमें क्या करना चाहिए? Look, Pasha, let me conclude. Now, we have to concentrate on the southern part of India, Cochin. Their people are very simple, so it will be easy for our operations. I'll explain. You'll be reaching there by a fishing boat in the dress of fishermen, okay? ക്രിസ്റ്റിയെ കാണാനില്ലല്ലോ. ബോൾ ഉണ്ടായിരുന്നെങ്കിൽ കളി തുടങ്ങായിരുന്നു. അവനെങ്ങും വരില്ലെന്നേ. ഇന്നലെ പുതിയ ബോൾ കൊണ്ടുവരാന്ന് പറഞ്ഞവനാ. എല്ലാത്തിനും നീയാ കാരണക്കാരൻ. നിന്റെ ഈ കൂർത്ത ഷൂട്ട് അടിച്ചതുകൊണ്ടാ ആ ബോളിന്റെ സ്റ്റിച്ച് പൊട്ടിയത്. സ്റ്റിച്ച് മാത്രമല്ല ചാം, അതിന്റെ ബ്ലാഡർ വരെ താർന്നു പോയി. ഇതേതോ ഓൾഡ് കിങ് ഉപയോഗിച്ച ഷൂവാ. നീ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. നീ വന്നപ്പോ മുതൽ ചൊറിയാൻ തുടങ്ങിയതാ. റോബിൻ, എന്തേത്? ഹായ്, ദേ ക്രിസ്റ്റി. എന്തു പറ്റി റിനി? ക്രിസ്റ്റി, ഈ റോബിൻ ഇന്ന് മുടക്കാനാ വന്നിരിക്കുന്നത്. റിനിയും ചവിട്ടി. ആ, എവിടെ പുതിയ ബോൾ? നീ കാരണം ടൈം വേസ്റ്റായി. വേഗം ബോൾ എടുക്ക്. ഇതാ താഴെ വെച്ചേ. ഈ ബോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യാം. വേണ്ട വേണ്ട, ക്രിസ്റ്റി ചെയ്യട്ടെ. ക്രിസ്റ്റിയല്ലേ ക്യാപ്റ്റൻ. ഇനി അതിന് വഴക്ക് വേണ്ട, റോബിൻ തന്നെ ചെയ്യട്ടെ. ഇതാ റോബിൻ. എന്താ ക്രിസ്റ്റി ഇത്? ജസ്റ്റ് വെയിറ്റ്. സോറി റോബിൻ, റിയലി സോറി. ബോള് മാറിപ്പോയി. നിനക്ക് ഞാൻ പിന്നെ തരാം. സോറിടാ, ഇതാ പുതിയ ബോള്. ക്രിസ്റ്റി, മമ്മി പറഞ്ഞു വേഗം വീട്ടിലേക്ക് വരാൻ. എന്തിനാ എന്നാ? സിറ്റിയിൽ തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ പിടിക്കാൻ നമ്മുടെ പപ്പയൊക്കെ വരുന്നുണ്ട്. വേഗം വാ ക്രിസ്റ്റി. ഫ്രണ്ട്സ്, ഞാൻ പോയിട്ട് വരാം. ക്രിസ്റ്റി വാ. ഞങ്ങളും വരാം ക്രിസ്റ്റി. മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത: സിറ്റിയിലെ ഷൈൻ ഇന്റർനാഷണൽ ഹോട്ടലിൽ തീവ്രവാദികൾ അതിക്രമിച്ചു കടന്ന് ഹോട്ടലിനുള്ളിലെ വിദേശികളടക്കം 85ഓളം പേരെ തടങ്കലിലാക്കി. ഹോട്ടലിന്റെ 11ാം നിലയിൽ തീവ്രവാദികൾ സ്ഫോടനം നടത്തിയത് മൂലം എല്ലാവരും ആകെ ഭീതിയിലാണ്. വിശദ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ഐസക് ലൈനിലുണ്ട്. ഐസക്, ഹോട്ടലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ സുരക്ഷാസേന തീവ്രവാദികൾക്കെതിരായി എന്ത് നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പറയൂ. ഹലോ, തീവ്രവാദി ആക്രമണം നടന്ന ഹോട്ടലിൽ എത്ര തീവ്രവാദികളുണ്ടെന്ന് ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സൈനിക കേന്ദ്രത്തിൽ നിന്നും ഇവിടെ 5 ബറ്റാലിയനും എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു ഫോഴ്സുകളുடன் ഹോട്ടലിന് ചുറ്റും വിന്യസിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ പെട്ടെന്ന് ഒരു അറ്റാക്കിന് ഇന്ത്യൻ സേന മുതിരില്ല.
കാരണം അത് ഹോട്ടലിനുള്ളിലുള്ള മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാകും എന്നതുകൊണ്ടാണ്. നന്ദി മിസ്റ്റർ ഐസക്. ഭീകരവാദികളെ തകർക്കുന്നതിന് പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെ സുരക്ഷാ സേന രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. കമാൻഡോ ചീഫായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം കമാൻഡോ ഓപ്പറേഷനിൽ സുപ്രധാന പങ്കുവഹിച്ച മിസ്റ്റർ ജോസഫ് നിക്സണെയാണ്. മമ്മി കർത്താവേ കാത്തോളണമേ. നമസ്കാരം. പ്രത്യേക വാർത്തയിലേക്ക്. രാജ്യത്തെ ആകെ കുറച്ചു മണിക്കൂറുകൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ തീവ്രവാദി സംഘത്തെ ഇന്ത്യൻ കമാൻഡോ സംഘം കീഴടക്കി. 8 തീവ്രവാദികളിൽ 4 പേരെ വധിക്കുകയും 3 പേരെ പിടികൂടുകയും ചെയ്തു. അവശേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സൈന്യം തുടരുകയാണ്. മമ്മി, പപ്പയൊക്കെ ജയിച്ചു. ആ തീവ്രവാദികളെ എല്ലാം തുരത്തി. എല്ലാം കരുണാമയനായ കർത്താവിന്റെ അനുഗ്രഹം. ഹലോ, ഓവർ. ഹലോ സാർ, ഒരാൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ചാടി. തീവ്രവാദിയാണെന്നാ തോന്നുന്നത്. ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ് സാർ. ഓക്കെ ഓക്കെ. ഹലോ, അവനെ ഫോളോ ചെയ്യണം. അവനെ ഒരു കാരണവശാലും ഷൂട്ട് ചെയ്യരുത്. കഴിയുന്നത് ജീവനോടെ പിടിക്കണം. ഓക്കെ. ഹലോ കമാൻഡർ, ഉടൻ NH-ലെ വെല്ലിംഗ്ടൺ ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യണം. ഒരു വാഹനം കടത്തിവിടരുത്. ഓക്കെ. ഹലോ, അവൻ കാട്ടിനുള്ളിലേക്ക് കയറി. നിങ്ങൾ എവിടെയാണ്? ഓക്കെ ഓക്കെ. വേണ്ട വേണ്ട, അത് അപകടമാണ്. ഞാനൊരു ശ്രമം നടത്താം. അവനെ നമുക്ക് ജീവനോടെ വേണം. അതെ സാർ, അവരിൽ ചിലർ ടൗണിൽ എവിടെയോ ഉണ്ടെന്നാണ് ഇൻ്റലിജൻസിന് ഇന്നലെ കിട്ടിയ റിപ്പോർട്ട്. അത് തീർത്തും തള്ളിക്കളയാനാവില്ല സാർ. നാളെ ടൗൺ ഹാളിൽ നടക്കുന്ന മിനിസ്റ്ററുടെ പ്രോഗ്രാം നല്ല രീതിയിൽ ഫോഴ്സ് കവർ ചെയ്യണം സാർ. ഓക്കെ. യെസ് സാർ. സൂക്ഷിക്കണേ, എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. പേടിച്ചിട്ട് എന്തിനാ? ഇത് നമ്മുടെ ജീവിതം മാത്രമല്ല, രാജ്യസുരക്ഷയുടെയും ഒരു കാര്യമാണ്. ശരിയാ, പക്ഷേ പിന്നെ തീവ്രവാദികൾ ചിലർ ഇവിടെ തന്നെ ഉണ്ടെന്നാ പുതിയ റിപ്പോർട്ട്. അപരിചിതരാരെങ്കിലും വന്നാ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. മക്കളെ, പപ്പ പോട്ടെ. ടാറ്റാ.
കുറച്ച് ദിവസമായിട്ട് രണ്ടുപേർക്കും കളി മാത്രമേ ഉള്ളൂ. ആ പിന്നെ പപ്പ പറഞ്ഞത് കേട്ടല്ലോ, പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാ ഒന്ന് ശ്രദ്ധിക്കണം. മാഡം വല്ലതും തരണേ, ഹാർട്ടിന്റെ വാൽവിന് കുഴപ്പമുള്ള ആളാണേ. വാൽവിന്റെ കുഴപ്പം പറഞ്ഞ് കുറച്ചു മുമ്പ് ഒരാൾ വന്നിട്ട് പോയേ ഉള്ളൂ. പോ ഇവിടെ ഒന്നുമില്ല. വേറെ ആളോ? അമ്മാ ഹലോ സാർ, ഇത് ഞാനാണ് സാർ. എൻ്റെ ഏരിയയിൽ ആ പരമ കയറി വിലസുക സാർ. എനിക്ക് തോന്നുന്നത് ആ PH റോഡിനും കോൺവെൻറ്റ് റോഡിനും ഇടയ്ക്കുള്ള ഏരിയ അല്ലേ? അവൻ ഇന്ന് അവിടെ എല്ലാ വീട്ടിലും കയറി. പോരാത്തതിന് ഞാൻ പറയാറുള്ള ഹാർട്ടിൻ്റെ സ്ഥിരം നമ്പറും അവൻ അവിടെ അവിടുത്തെ ഇറക്കി. അത് മതി സാർ. ഞാൻ ഇപ്പം തന്നെ വരാം സാർ. ശരി സാർ. ആ ക്രിസ്റ്റി ഇങ്ങ് വരട്ടെ. ഞാൻ പിടിച്ച മീൻ കാണുമ്പോൾ അവൻ ഞെട്ടും. പയ്യൻ കൊള്ളാലോ, എന്തോരം മീനാ. ഏയ് പയ്യൻ, ആരാ ഇവിടുന്ന് മീൻ പിടിക്കാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഏരിയ, ഇത് ഞാൻ കൊണ്ടുപോവുക. മേലാലിവിടെ മീൻ പിടിക്കാൻ വന്നു പോരുത്, കേട്ടടാ? എന്റെ മീൻ. എന്താ ചേട്ടാ ഇത്? എന്റെ മീൻ. ഓടാ പയ്യ. റോബിൻ, മീനെല്ലാം പിടിച്ച് തീർത്തോ? ഒത്തിരി മീൻ കിട്ടിയതാ, പക്ഷെ ഒരാൾ വന്ന് അതെല്ലാം എടുത്തു. അയാൾക്ക് ഇവിടെ മീൻ പിടിക്കാൻ റേറ്റ് ഉള്ളൂന്ന്. ഫിഷിങ്ങിന് റൈറ്റോ? ഇതിലെന്തോ സീറ്റിംഗ് ഉണ്ടല്ലോ. വാ റോബിൻ, അയാൾ എങ്ങോട്ടാ പോയത്? ദാ ആ വഴിക്കാ പോയത്. നീ പോയാ മതി, ഞാനില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ പോകാം. ഇവനൊരു പണി കിട്ടണ കാണാമല്ലോ. ക്രിസ്റ്റി, ഞാനും വരുന്നു. അയല വറുത്തതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഉടമ്പുളിയിട്ട നല്ല ചെമ്മീൻ കറിയുണ്ട്, അയല വറുത്തതുണ്ട്. ഞങ്ങളുടെ മീൻ താണോ? നിക്കണോ അവിടെ? ആഹാ, എന്നാ നീയൊക്കെ ഈ രാജന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങുന്ന ഒന്ന് കാണണമല്ലോ. അയ്യോ അമ്മേ! ചേട്ടാ, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്. രക്ഷപ്പെട്ടൊന്ന് കരുതണ്ടാ, നിന്നെയൊക്കെ ഈ രാജൻ മണിക്കൂറുകൾക്കുള്ളിൽ പോക്കും. ഓ പിന്നെ ഇവരിതോടെ പോയി. ഹലോ ഹലോ ഹലോ, ഡേഞ്ചർ സിഗ്നൽ. രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണല്ലോ. ഇവരിതോടെ പോയി. ഞങ്ങൾ എവിടെ ഉണ്ട് കുസുകൾ? അഴേ, നമ്മുടെ കേന്ദ്രത്തിൽ എന്തോ അപകടം. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഒരു ടീം ബോട്ടിൽ 2 കുട്ടികളുമായി എത്തും. ആ കുട്ടികളെ നിങ്ങൾ 2 പേരും കൂടി നമ്മുടെ കേന്ദ്രത്തിൽ എത്തിക്കണം. സുനാക്ക, ഈ തോക്ക് വെച്ചോളൂ, സൂക്ഷിച്ചുപയോഗിക്കണം. ടീക്കേ? अरे बुद्धू,
तू क्या कर रहा है? അക്രു നീ എന്താ ചെയ്യുന്നത്? ഓ പേടിച്ചു പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പ്യൂട്ടറിൽ കളിക്കരുതെന്ന്? അത് പിന്നെ കുസൂർ, ഞാൻ നോക്കുമ്പോ കമ്പ്യൂട്ടറിലൊരു ബോട്ട്, ഞാൻ നോക്കി വന്നപ്പോ അതങ്ങ് പോയി. എടാ അത് ഗെയിം അല്ല. എവിടെ നോക്കട്ടെ? ഷോ ഒന്നും കാണുന്നില്ലല്ലോ. അക്രു നീ ഇതിൽ എന്താ ചെയ്തത്? ഇതിൽ ആ പക്രു കളിച്ചത് ഞാനല്ല. ഓഹോ, എന്നിട്ട് പക്രു എവിടെ? എടാ പക്രു, എടാ പക്രു. അയ്യോ മാറിക്കോ മാറിക്കോ. ഓ കമ്പ്യൂട്ടർ നശിപ്പിച്ചു, എന്റെ നട്ടല് പൊടിച്ചു. മേരാ കമർ. ഹലോ, യെസ്, എനി പ്രോബ്ലം? യെസ്, ഓക്കെ, യെസ്. അവരിവിടെ എത്തിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ടീക്കേ. ആ, നിങ്ങൾ രണ്ടുപേരും എലിഫന്റ് റോക്കിലേക്ക് വേഗം ചെല്ലും. അവിടെ ചാമും ചൂമുമുണ്ട്. അവിടെ നിങ്ങളെപ്പോലെ 2 കുട്ടികളെ കൊണ്ടുവരും. അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. ശരി ബോസ്. വല്ലതും കാണുന്നുണ്ടോ? നോക്കടാ, എന്തോ ദൂരെന്ന് വരുന്നുണ്ട്. അയ്യോ 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 പക്രുമാരെ നിന്നൊക്കെ ശരിയാക്കി തരാട്ടോ ഞാൻ. നിക്കടാ അവിടെ, നിക്കടാ അവിടെ. എന്താടോ ആ പിള്ളേരുടെ കീറ് വാങ്ങിട്ട് വരുവാണോ? രണ്ടുപേരും പേടിച്ച് പറിച്ചില്ലേ? എന്നെ പണ്ടേ ഭയങ്കര പേടിയാവുമാർക്ക്. ഒന്ന് പോടോ, അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, തന്നെ ആ പിള്ളേര് കുഴിയിൽ തള്ളിയിരുന്നത്. അത് പോട്ടെ, നീ നിങ്ങൾ തന്നെ, ഞാൻ നോക്കാം. പിടിയടാ അവന്മാരെ. നിക്കടാ അവിടെ, എടോ നിക്കടോ. ബുദ്ധു, എനിക്ക് മരണമില്ല, എനിക്ക് ജലനവുമില്ല. മരണം മരണം എന്നെ മാടി മാടി വിളിക്കുന്നു. പറയടാ നീജ, ഞാൻ ഏത് സ്വീകരിക്കും? മരണമോ ജനനമോ? എടോ കിഴവ, സാലെ ബദ്മാഷ്. അയ്യോ അയ്യോ. ആഹാ, എത്തിയോ? എവിടെ? ഇവിടെ ഉണ്ട് കുസൂർ. ഹോ, അരേ ഉള്ളൂക്കെ പട്ടേ. എടാ ഇവരെ കൊണ്ടുവരാനാണോ പറഞ്ഞത്? അത് ഇവന്മാരുടെ ശല്യം കാരണം ഈ പെട്ടിയിലാക്കിയതാ. ദേ ഈ പെട്ടിയിൽ അവന്മാരും ഉണ്ട്. മറ്റവരെ അരേ വാ. ഷാം, ഇവരെ ഉണർത്തി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ആ പക്രുമാരെ വഴിച്ചുവിട്. ടീക്കേ? ശരി ബോസ്. हेलो बॉस, ऑपरेशन सक्सेस. वो दोनों बच्चे मेरे पास पहुंच चुका है. आप डरिए मत. അയ്യോ 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 അയ്യോ. എന്താടാ? ആ കൊണ്ടുവന്ന കുട്ടികളില്ലേ, അവരെ അക്രൂനും പക്രൂനും ചവിട്ടി താഴിട്ടൂന്നേ. അതെന്തിനാ? ആ അവരെന്തോ കുരുത്തക്കേട് കാട്ടിയത് ആ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് നീ എന്തിനാ കരഞ്ഞത്? ആ ചെറുക്കൻ എന്റെ കൈ കടിച്ചു. साले आ इधर, वाड़ा. अरे बदमाश, എന്റെ പിള്ളേരെ നീയൊക്കെ എന്താണ് ചെയ്തത്? ആഹാ, എവിടെയാടാ ആ പക്രുമാർ? എന്താടാ പോയി ഒളിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താ ഇവരെ ചെയ്തത്? ഞങ്ങളൊരു തോക്കുകൊണ്ട് ഇവന്മാരെ വെടിവെച്ച് പഠിക്കായിരുന്നു ഹുസൂർ. അപ്പോൾ ഇവര് ഞങ്ങളെ അക്രൂന്റെ നെഞ്ചിനാ ഇവൻ ചവിട്ടിയത്. ഇവരെ രണ്ടുപേരെയും
ആ ഭ്രാന്തന്റെ കൂടെ കൊണ്ടുപോയി കിടത്ത്. ഇവരുടെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. നല്ല ഐഡിയ. ഭ്രാന്തന് പിരിമുറുകുമ്പോ ഇവനെയൊക്കെ സെല്ലിനകത്തിട്ടിട്ട് അയാള് പൊരിച്ചോളും. ഇവന്മാരെ ആ സെല്ലിലേക്ക് കൊണ്ടുപോകാം. വാ. വാ വാ വാ, ഇനി കളി തുടങ്ങാം. വാ വാ, മരണക്കളി തുടങ്ങാം. വാ വാ വാ. സെല്ല് ലോക്ക് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കണം, അയാൾ കൂടുതൽ വയലന്റ് ആയാൽ സ്പ്രേ ഉപയോഗിക്കണം. ഓക്കെ? എന്നെ കടിച്ചേന് നിനക്കൊക്കെ ഇയാള് പലിശ സഹിതം തരും. എടോ പ്രാന്തം മുറുക്ക, ഇവന്മാരൊന്ന് നല്ലപോലെ പിരിഞ്ഞേക്കണം. എങ്കിൽ ഞാൻ തന്നെ തുറന്നു വിട്ടേക്കാം. അത് മതി, അത് മതി. അയ്യോ അയ്യോ അമ്മ. ഓ, ഇന്ന് കൊള്ളാനാ വിധിന്നാ തോന്നണേ. ഇപ്പൊ ഭ്രാന്തിന്റെയും കിട്ടി. വാ വാ. എന്റെ പൊന്നെ, ഭ്രാന്തിന് പിരിമുറുകിന്നാ തോന്നണേ. ഇനി ഇവിടെ നിന്നാ കൊഴപ്പാ. അവന്മാരുടെ കാര്യം കട്ടപ്പക. അയ്യോ, പാഷ സെയ്ദ് ഖാൻ, നിങ്ങളുടെ ക്യാപ്റ്റൻ ജോസഫിന്റെ മകനും മറ്റൊരു കുട്ടിയും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഹേയ്, ധ്യാൻ സെ സുനോ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ പിടിച്ച 4 പേരെയും ഞങ്ങൾക്ക് വിട്ടുതരണം. കൂടാതെ 50 കോടി രൂപയും. ഈ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ബോഡി പോലും നിങ്ങൾക്ക് കിട്ടില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കുക. ഞാൻ വീണ്ടും വിളിക്കും. തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ കസ്റ്റഡിയിലുള്ള 4 പേരെയും 50 കോടി രൂപയുമാണ്. അത് എപ്പോ എവിടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് കോളിൽ ടൈമും പ്ലേസും പറയും. അതിനു മുമ്പ് നമുക്കൊരു ഡിസിഷനിലെത്തണം. ബട്ട് സാർ, ഇപ്പോഴും നമ്മൾ അവരുടെ കറക്റ്റ് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ജോസഫ് സാറിന്റെ കുട്ടി ഉള്ളതിനാൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത് ചിലപ്പോൾ പ്രശ്നമാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ഡിമാൻഡ് അംഗീകരിച്ച് കുട്ടികളെ രക്ഷിക്കുന്നതല്ലേ നല്ലത്? മിസ്റ്റർ ജോസഫിന്റെ കുട്ടി എന്നതല്ലേ പ്രോബ്ലം? കുട്ടികൾ ഏതായാലും അത് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഒരു ടാർഗറ്റ് വെച്ച് അവർ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈമിൽ നമ്മൾ എങ്ങനെ അറ്റാക്ക് പ്ലാൻ ചെയ്യും എന്നാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. മിസ്റ്റർ ജോസഫ് എന്താ ഒന്നും മിണ്ടാത്തത്? വിഷമമുണ്ടെന്നറിയാം, പക്ഷേ സർ, എൻ്റെ ഒപ്പീനിയൻ ക്രിസ്റ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കോംപ്രമൈസിനും പോകരുത്. തീവ്രവാദികളെ വിട്ടുകൊടുക്കാതെ തന്നെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ കഴിയും. ഓക്കെ, ബട്ട് ഹൗ? സർ, അതിന് നമ്മൾ അവരോട് കുറച്ച് സമയം ആവശ്യപ്പെടണം. എൻ്റെ കുട്ടിയുള്ളതുകൊണ്ട് ആരൊക്കെ എതിർത്താലും സൈനിക കേന്ദ്രം നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുമെന്നും, പക്ഷേ അത് സുഗമമാക്കാൻ ചില ചർച്ചകൾ നടത്താനായി കുറച്ച് സമയം വേണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ കിട്ടുന്ന ടൈമിൽ നമ്മൾ അറ്റാക്ക് പ്ലാൻ ചെയ്യണം. മെഴുകുനാളമെരിയും പോലൻ മാനസം
ക്രിസ്റ്റി, നമ്മൾ എവിടെയാ? നീ കാരണമാ. നീയല്ലേ അയാളെ വെള്ളത്തിൽ തള്ളിയിട്ടത്. ഞാൻ അവന്മാരോട് പറയാൻ പോവുകയാ നീയാ ചെയ്തതെന്ന്. നീയൊന്നും മിണ്ടാതിരി. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അല്ലെങ്കിലും പപ്പ നമ്മളെ വന്ന് രക്ഷിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ. ക്രിസ്റ്റി, ഏതാ കുട്ടി? ഏതായാലും മറ്റേ കുട്ടികളെ പോലെയല്ല. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വന്നതായിരിക്കും. എന്തായാലും അവന്മാരുടെ ആളല്ല. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എനിക്ക് വല്ലതും തരൂ. എനിക്ക് വിശക്കുന്നു. ക്രിസ്റ്റി, എനിക്ക് പേടിയാകുന്നു. ഇനി ഈ ഭ്രാന്തൻ നമ്മളെ... നീ പേടിക്കാണ്ട് അടങ്ങിയിരിക്കും. ഇത്രയും ദിവസം നമ്മുടെ കൂടെ കഴിഞ്ഞല്ലേ? ഈ ചിരിയും ചാട്ടവും മാത്രമേ ഉള്ളൂ.
നമ്മളെ തൊടാൻ പേടിയാ. ഇതാ ഇത് തിന്നി. बॉस, एक खुशखबरी है। जगह तो हमने उनसे बोला नहीं, मगर हमें 50 करोड़ मिलने वाला है। ഹുസൂർ, നമ്മുടെ തീരത്തിനടുത്ത് ഒരു ബോട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. ആ പിള്ളേരന്വേഷിച്ചാരെങ്കിലും. എവിടെ? എടാ, നീ ഇവിടെ തന്നെ നിൽക്ക്. ശ്യാം, വേഗം വാ, നമുക്ക് എവിടം വരെ പോകാം. അയ്യോ അമ്മേ, അയ്യോ ചേട്ടാ, ഞാനല്ല ആ രാജൻ ചേട്ടനെ വെള്ളത്തിൽ തള്ളിയിട്ടത്. ഇവനാ. ഞാൻ പാവമാ, എന്നെ വിട്ടേക്ക് ചേട്ടാ, പ്ലീസ്. ഇവന്മാര് ലാദം ബോസിന് വെള്ളത്തിൽ തള്ളിയിട്ടെന്നോ? ഇവന്മാര് ഭയങ്കരന്മാരാണല്ലോ. ഡാ, നീയൊക്കെ തള്ളിയിട്ടതേ ഞങ്ങളുടെ ബോസിനെയാ. അല്ലടാ, എന്തിനാ ബോസിനെ വെള്ളത്തിൽ തള്ളിയിട്ടത്? ഓഹോ, അത് നിങ്ങളുടെ ബോസായിരുന്നല്ലേ. അത് പിന്നെ ഞാൻ പിടിച്ച കുറേ മീൻ നിങ്ങളുടെ ബോസ് എടുത്തുകൊണ്ടുപോയി. അത് തിരിച്ചു വാങ്ങാനായി പോയി ഇവനാ ബോസിനെ തള്ളി വെള്ളത്തിലിട്ടത്. ഞാനല്ല ചേട്ടാ, സത്യം ഇവനാ. ഈ ബോസിന്റെ ഒരു മീൻ കൊതി. എടാ, നീയല്ലേ മീനെല്ലാം പിടിച്ചത്? അതെ, ഞാനാ. എന്നാ നിന്നെയാണ് ഇവിടെ ആവശ്യം. ബോസിന് മീൻ പിടിക്കാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് നീ ഇവിടെ നില്ല്. ഓ ഏതാണ് മക്കളെ നമ്മുടെ കുഴപ്പം? നമ്മൾ ആപത്ത് സമയത്ത് പോലും ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകില്ല. ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മറ്റു പലതിൻ്റെയും ഒക്കെ പേരിൽ നാം പരസ്പരം വിഘടിച്ച് അക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഈ ഭാരതത്തെ ശിഥിലമാക്കാൻ ദുഷ്ടശക്തികൾക്ക് എളുപ്പം കഴിയുന്നു. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ ലോകത്തൊരു ശക്തിക്കും നമ്മെ തകർക്കാനാവില്ല. എന്താ അങ്കിൾ പറഞ്ഞത്? ഭ്രാന്ത് മാറിയോ? അങ്കിളിനെയും ഇവർ തട്ടിക്കൊണ്ടുവന്നതാണോ? ഇവർ ആരാ? പറയാം. ഞാൻ ഭ്രാന്തനല്ല കുട്ടികളെ. ഞാനൊരു സയന്റിസ്റ്റ് ആയിരുന്നു. എൻ്റെ പേര് മുഹമ്മദ് ആസാദ്. ഇത് എൻ്റെ പരീക്ഷണശാലയായിരുന്നു. ഈ തടവറയൊക്കെ ഇവരുണ്ടാക്കിയതാ. ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ മനുഷ്യ നന്മയ്ക്കെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പിലായിരുന്നു ഞാൻ. എൻ്റെ മകനും ആ ഗ്രൂപ്പിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവനും ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോ മോൻ അറിഞ്ഞില്ലേ അങ്കിളിന്റെ ഈ അവസ്ഥ? മോൻ എവിടെയാ? അവൻ എങ്ങനെയോ ഈ നീചന്മാരുടെ സംഘത്തിൽ പെട്ടുപോയി. ഏതോ ഓപ്പറേഷനിലുണ്ടായ കുഴപ്പത്തിന്റെ പേരിൽ അവനെ ഇവർ കൊന്നുകളഞ്ഞു മക്കളെ. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നീട് ഇവർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്റെ മകനെ കൊന്നത് ഇന്ത്യൻ സൈന്യമാണെന്ന്. ഞാനത് വിശ്വസിച്ചു. ഞാൻ എൻ്റെ മകന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യാൻ തീരുമാനമെടുത്തു. എൻ്റെ ഈ പരീക്ഷണശാലയും മറ്റു പലതും ഇവർക്ക് നൽകി. പല ഓപ്പറേഷനുകളും നടത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി എൻ്റെ മകനെ കൊന്നത് ഇവരാണെന്ന്. കൂടാതെ ഇവരുടെ ലക്ഷ്യം ലോകം മുഴുവൻ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അണിഞ്ഞ മുഖംമൂടിയ ഈ ഭ്രാന്ത്. ഇപ്പോ ചാർജുള്ള ഈ ഭാഷയ്ക്ക് എന്നെ വലിയ കാര്യമില്ല. ഇടയ്ക്ക് വന്ന് ഉപദ്രവിക്കും, അത്ര തന്നെ. പക്ഷേ ഇവരുടെ ഒരു തലവനുണ്ട്. അയാൾ വന്നാൽ എൻ്റെ ചികിത്സ തുടങ്ങും. എനിക്കറിയാവുന്ന പല രഹസ്യങ്ങളും ഈ ദ്വീപിലുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ ഇപ്പോ എവിടെയാ? അയാൾ അസുഖം മൂലം ചികിത്സക്ക് പോയിരിക്കുക. അവന്റെ ഹാർട്ടും ലിവറും ഒക്കെ വീക്കാ. മയക്കുമരുന്നിന് അടിമയാ ദുഷ്ടൻ.
എന്തായാലും നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ കൂടി എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. എന്താ, തയ്യാറല്ലേ? ഞങ്ങൾ എപ്പോഴാ റെഡി അല്ലേ റോബിൻ? ഇവിടെ സ്പീഡ് ബോട്ട്. നോക്ക് ബോസ്. അയ്യോ രക്ഷിക്കണേ, ഓടി വായോ, അയ്യോ രക്ഷിക്കൂ, അയ്യോ ഓടി വായോ, അയ്യോ അയ്യോ രക്ഷിക്കണേ. ആ പ്രാന്തന് പിരിമുറിയുന്ന തോന്നണത്. ആ പിള്ളേരിന്ന് കൊല്ലും കിളവൻ. വാ, ഇനി നമുക്ക് വേഗം രക്ഷപ്പെടണം. വാ. മെയിൻ ഡോറിൽ കാവല് കാണും. വാ, ഇവിടെ ഒരു ഡോർ കാണേണ്ടതാണ്. വാ. അങ്കിൾ എന്താ ഇനി ചെയ്യുക? ആ പാഷ എങ്ങാനും വന്നാൽ ഇനിയും നമ്മൾ അകത്താകും. ആ കുട്ടി വന്നില്ലല്ലോ. ആ കുട്ടി വരുന്നില്ലായിരിക്കും. നമുക്ക് വേഗം പോകാം. വാ, ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് അപകടമാണ്. ആ ദുഷ്ടനെങ്ങാൻ വന്നാൽ ആകെ കുഴപ്പമാകും. വാ വാ, വേഗം വാ. വേഗം വേഗം വാ. വരൂ. ബോസ്, മീൻ പിടിക്കണതാ തോന്നണേ. ഒരു വള്ളം കാണുന്നുണ്ട്. എടുത്തു വിടടാ റോക്കറ്റ്. ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. പേടിച്ചേ പേടിച്ചേ. ഞങ്ങളുടെ ഹുസൂറിനെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കുവാണോ? നിർത്തടാ, രണ്ടിനെയും ചുട്ടുകളയും. ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. എടാ, നിന്നെയൊക്കെ കൊന്ന് നിങ്ങളുടെ ലിവറും കാട്ടുമൊക്കെ എടുക്കാനാ ഭാഷ നിന്നെയൊക്കെ വളർത്തുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ഹുസൂറിന്റെ തലവനില്ലേ, ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ നീയൊക്കെ? അയാളുടെ ശരീരത്തിലെ മിക്ക അവയവങ്ങളും തകരാറിലാണ്. അയാൾക്ക് വിറ്റിയാനാ നിങ്ങളുടെ ഹാർട്ടും ലിവറും ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. എന്നാൽ ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാ. ആ ഹുസൂറിനിട്ടൊന്ന് കൊടുത്തിട്ട് പോരാമായിരുന്നു. അതിനൊക്കെ അവസരം തരാം. വാ, വേഗം നടക്ക്. ആ ദുഷ്ടൻ ഈ വഴിയെങ്ങാൻ വന്നാൽ കുഴപ്പമാണ്. കൂടാതെ ഈ ദ്വീപിൽ പല സ്ഥലത്തും ഒളിബോംബുകൾ വെച്ചിട്ടുണ്ട്. റോബിൻ വേഗം നടക്ക്. അങ്കിൾ
ഇനി നമ്മൾ എങ്ങോട്ടാ? നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? മക്കളെ ദേ കണ്ടോ, ഇത് കൊള്ളാമല്ലോ. അങ്കിൾ, ഈ തടാകത്തിലെ വെള്ളം എവിടെ പോയി? അതൊക്കെ പറയാം. വേഗം വേഗം താഴോട്ടിറങ്ങ്. ആ ഇനി എല്ലാവരും താഴോട്ടിറങ്ങും. സൂക്ഷിച്ച്. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട കുട്ടി. കൊള്ളാമല്ലോ. ഇത് അങ്കിളിൻ്റെതാണോ? അതെ, ഇതാണ് എന്റെ പരീക്ഷണശാല. ഈ സ്ഥലത്തെക്കുറിച്ച് അവർക്കൊരു അറിവുമില്ല. ഓ, പേടിയാകുന്നു. പക്രു, പേടിക്കണ്ട. ഇവിടെ എന്തു പരീക്ഷണമാ അങ്കിൾ ചെയ്തിരുന്നത്? പലതരം പരീക്ഷണങ്ങൾ. ഇനി എന്താണ് അങ്കിൾ നമ്മുടെ അടുത്ത നീക്കം? നമുക്ക് ക്രിസ്റ്റിയുടെ പപ്പയൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലേ? പക്ഷേ അതിന് കുറച്ച് ദിവസം പിടിക്കും. വർഷങ്ങളായി കമ്പ്യൂട്ടറും മെഷീൻസും ഒക്കെ പ്രവർത്തിക്കാതിരിക്കുകയല്ലേ. പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും യന്ത്ര സംവിധാനം ഒരുക്കിയാൽ ഇവിടെ നിന്നുള്ള സിഗ്നൽ ഭാഷയ്ക്ക് കിട്ടാതിരിക്കില്ല. നമ്മൾ പറയുന്നത് അവർക്ക് ചോർത്താനും പറ്റും. നമ്മുടെ ഭാഷയുടെ സംഗീതത്തിലെ സിസ്റ്റത്തെ ഉപയോഗിച്ചാലോ? ഗുഡ് ഐഡിയ. അപ്പോ നമ്മൾ പോന്നത് മണ്ടത്തരമായോ? ഇല്ല, ഞാനും ഈ കുട്ടികളും നഷ്ടപ്പെടാൻ ആ ഭാഷയുടെ തലവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അയാൾ ഭാഷയെ കൊല്ലും. ഭാഷ പ്രതിസന്ധിയിലുമാകും. എങ്കിൽ നമുക്കൊരു കളി നടത്താം. താങ്ക്സ് ഗോഡ്, വാക്കി ടോക്കി ഓണായി. ഇതിലൂടെ നമുക്ക് ഭാഷയെ ബന്ധപ്പെടാൻ കഴിയും. ഏയ് കുട്ടികളെ, സൂക്ഷിച്ചു പോണോട്ടോ. അങ്കിൾ, ഒരു ഐഡിയ. അങ്കിളും കുട്ടികളും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതിനാൽ തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ഭാഷയുടെ ഡിമാൻഡ് മാറ്റണമെന്ന് ഞാനൊരു കാച്ചി കാച്ചിയാലോ? മിടുക്കൻ, ഗുഡ് ഐഡിയ. പക്ഷേ അതിന് സമയമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആകെ നമ്മൾ കുഴയും. വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും സങ്കേതത്തിലെത്തി ആ ഭാഷയുടെ താവളത്തെ കുറിച്ച് പപ്പക്ക് വിവരം കൊടുക്കണം. കൂടി വന്നാൽ ഒരു ദിവസം കൂടി നമ്മൾ ഇവിടെ തങ്ങും. അത് മതി. ഓക്കെ. അവിടെ ദേ നോക്കിയേ. എന്താ ഇത്? വർഷങ്ങളായി ആരും താമസിക്കാത്ത ഇവിടെ. അല്ല, ഇവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഞങ്ങൾ വന്നപ്പോ ദേ അവിടെ ഒരു കുട്ടി അങ്ങോട്ട് മാറുന്ന പോലെ തോന്നി. ഇത് ആ കുട്ടി തന്നെ. നമുക്ക് അവിടെ വെച്ച് പഴങ്ങൾ തന്നില്ലേ? പിന്നെ വഴി കാണിച്ചു തന്ന കുട്ടി. ശരിയാ, ഇതാ കുട്ടി തന്നെ. പക്ഷേ അവനെങ്ങനെ ഇവിടെ എത്തി? പാവം കുട്ടികൾ. അയ്യോ അയ്യോ അയ്യോ, തല്ലില്ലേ ഹുസൂർ, തല്ലില്ലേ. അവര് പ്രേമിച്ചു കാരണ ഞാൻ ബോധം കെട്ട് പോയത്. അയ്യോ അയ്യോ, തല്ലില്ലേ ബോസ്, തല്ലില്ലെന്ന് പറയടാ.
ഹുസൂർ വേണ്ട ഹുസൂർ. ഉള്ളൂക്കെ പക്ഷേ നിനക്കൊക്കെ സർവ്വ ചെലവും നൽകി ഞാൻ തീറ്റിപ്പോറ്റിയിട്ട് സെല്ലിൽ കിടന്നവർ രക്ഷപ്പെട്ടു അല്ലേ? അയ്യോ അമ്മേ, അയ്യോ അയ്യോ, ഔ എന്റെ ഈശ്വരന്മാരെ. എന്റെ ബോസിനോട് ഞാൻ എന്ത് പറയും? ഓ, ഓർക്കാൻ കൂടി വയ്യ. ഹുസൂർ അവന്റെ ബോധം പോയോണ്ടല്ലേ? നിനക്കൊക്കെ ബോധമുണ്ടായിട്ടും കാര്യമില്ല. ഓ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഹുസൂർ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ പറയൂ? ഹോ, അല്ല ഹുസൂർ, ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചാലോ? ആ ക്രൂനെ പക്രൂനെ കാണാനില്ലെന്ന്. ഓ, നിങ്ങൾ ആ കടൽ തീരത്തേക്കൊന്ന് നോക്കിട്ട് വാ. ഓക്കെ ഹുസൂർ. ഹലോ, യെസ്. ഓ, ഓക്കെ, ഐ ആം അഗ്രി. ഓക്കെ, അവർ കുട്ടികളെ ഇവിടെ വെച്ച് മാറുമെന്ന് തീരുമാനമെടുക്കാൻ 2 ദിവസം കൂടി ആവശ്യപ്പെട്ടു. ഒരു ഭാഷയാണ് നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ, ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഇതാണ് ടെററിസ്റ്റുകൾ തമ്പടിച്ചിരിക്കുന്ന ദ്വീപ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് മുഹമ്മദ് ആസാദ് എന്ന സയൻറ്റിസ്റ്റിന് ആറ്റോമിക് റിസർച്ചിന് വേണ്ടി വിട്ടുകൊടുത്ത ഐലൻഡാണിത്. 1990 നടത്തിയ ഒരു പരീക്ഷണത്തിനിടയിൽ ഈ ദ്വീപിൻ്റെ ഒരു ഭാഗം കത്തിച്ചാമ്പലായി. അന്നു മുതൽ മിസ്റ്റർ മുഹമ്മദ് ആസാദ് മിസ്സിംഗ് ആണ്. പിന്നീട് അണുവികരണം മൂലം ഗവൺമെൻറ് ഫോഴ്സിനെ പിൻവലിച്ചു. ഒരുപക്ഷെ മുഹമ്മദ് ആസാദിനെയും തീവ്രവാദികൾ വധിച്ചു കാണും. അതിലും ഭീകരം നമ്മുടെ ആണവ രഹസ്യം അവർ കണ്ടെത്തിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്താണ്. സാർ, ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അറ്റാക്ക് ചെയ്യുന്നതല്ലേ ബുദ്ധി? നോ, നമ്മൾ സഡൻ അറ്റാക്ക് പ്ലാൻ ചെയ്താൽ അവർ ദ്വീപ് മൊത്തം തകർത്ത് ചാവേറായി മരിക്കാൻ തയ്യാറാകും. അതോടെ കുട്ടികളുമെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഇനിയുള്ള 2 ദിവസം നിർണായകമാണ്. കുട്ടികളെക്കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. നമ്മുടെ എല്ലാ ഫോഴ്സും ഏത് സമയത്തും അറ്റാക്കിന് സജ്ജരായിരിക്കും. ഓക്കെ? യെസ് സർ. അങ്കിൾ എന്താ കണക്ട് ആകുന്നുണ്ടോ? ഇല്ല, രക്ഷയില്ല. നമ്മുടെ സിസ്റ്റം ബ്ലോക്കാ. നോനോ, ക്രിസ്റ്റിയുടെ പപ്പയെ നമുക്ക് കിട്ടില്ല. ഇനി താമസിച്ചുകൂടാ അങ്കിൾ. അവന്മാര് പപ്പയൊക്കെ ടെൻഷനിലാക്കിക്കൊണ്ടിരിക്കുക. നമുക്കൊരു പണി തിരിച്ചു കൊടുക്കാം. എന്താ അങ്കിൾ? വിളിക്കേ. ഹലോ, ഹലോ മിസ്റ്റർ പാഷയല്ലേ? ഞാൻ ക്രിസ്റ്റി. ഞങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ തന്നെയുണ്ട്. ആ പ്രാന്തനും കുട്ടികളും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഈറ്റാകാതെ പാഷ. കൂടുതൽ കളിച്ചാൽ ഇവരെ 3 പേരെ ഞങ്ങൾ തട്ടും. എന്റെ പപ്പയും സംഘവും ഇവിടെ എത്തിയാൽ നിന്റെ കാര്യം പോക്ക. അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കുക. ഓക്കെ? യെസ്. ഓക്കെ. ഇല്ലില്ല. ഓക്കെ, പിന്നെ അറിയിച്ചാ മതി. യെസ്. എന്തു പറഞ്ഞു? അവൻ നിസ്സാരക്കാരനല്ല. വിറച്ചുപോയെങ്കിൽ എല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്യാമെന്ന്. അക്രൂവിനും പക്രൂവിനും ഒരു കുഴപ്പവും സംഭവിക്കരുതെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തരാമെന്നും. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണോ? പക്രു രക്ഷപ്പെടും. ഞങ്ങൾ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഒന്നിച്ച് രക്ഷപ്പെടും. ഓക്കെ? ഓക്കെ. എനിക്കിനി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ഇവിടെ തോക്കും തൂത്ത് നിന്നോ? ഹുസൂറാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. അതെന്താ? ആ പിള്ളേര് വൃദ്ധരെ കൂടാതെ നമ്മുടെ അക്രൂനെ പക്രൂനെ പൊക്കീന. ഓ, ആ പിള്ളേര് ആർക്ക് വേണം? എടാ, ആ പിള്ളേരെ ലിവറ് നമ്മുടെ ബോസിന് വേണ്ടി എടുക്കാനുള്ളതാണ്. ഈ കാര്യം അവിടെ അറിഞ്ഞാണ്ടല്ല ഹുസൂറിനെ അടക്കം നമ്മളെല്ലാം പച്ചക്ക് ചൂടും. ഹായ്, താങ്ക് ഗോഡ്. എന്താ അങ്കിൾ? ട്രാൻസിസ്റ്റർ ലൈവായി. ഇനി അവരുടെ സങ്കേതത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം നമുക്കിവിടെ ഇരുന്ന് വ്യക്തമായി കേൾക്കാം. ഓ, 2 പേരും ഉണ്ടല്ലോ. എടാ, നീയൊക്കെ കാരണം എന്റെ തല തെറിക്കുമെന്നാണ് തോന്നുന്നത്. എടാ, എന്ത് വില കൊടുത്തും നമുക്ക് അവന്മാരെ പിടിക്കണം. അവര് വിളിക്കപ്പോ എന്നാ പറഞ്ഞേ? അവന്മാർക്ക് രക്ഷപ്പെടാൻ നമ്മൾ സൗകര്യം ഒരുക്കണമെന്ന്. തൽക്കാലം ഞാൻ സമ്മതിച്ചു. അതെന്താ ഹുസൂർ അവരോട് അങ്ങനെ പറഞ്ഞത്? ഓ,
അങ്ങനെ പറയേണ്ടി വന്നു. പക്ഷേ അവന്മാർക്കറിയില്ല ഈ ഭാഷയെ. അവന്മാർ ഈ ദ്വീപിൽ എവിടെയോ ഉണ്ട്. ഒന്നും നടക്കില്ല എന്ന് വന്നാൽ ഈ ദ്വീപിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ബോംബുകളും ഒറ്റയടിക്ക് പൊട്ടിച്ച് ഈ ദ്വീപ് തന്നെ ഞാൻ തകർത്ത് കളയും. അയ്യോ, അപ്പൊ നമ്മളോ? എല്ലാം വെന്ത് വെണ്ണീറാകും. ഞാൻ ഞാൻ അതിനും മടിക്കില്ല. ഹലോ, എപ്പോ ബോസിന് എന്താണ് പറ്റിയത്? എന്താ ഹുസൂർ? നമ്മുടെ ബോസിന് എന്തോ അപകടം സംഭവിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. ഞാൻ തിരികെ വരുമ്പോ നമ്മുടെ കുറച്ച് ആളുകളെ കൂടി കൊണ്ടുവരാം. ടീക്കേ? ഹുസൂർ പോയാ പിന്നെ? ഓ, തൽക്കാലം നിങ്ങൾ രണ്ടുപേരും കൂടി കാര്യങ്ങൾ നോക്കണം. എനിക്ക് പോയേ പറ്റൂ. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകരുത്. മനസ്സിലായോ? സംജാ? മനസ്സിലായി ഹുസൂർ. ഓക്കെ. ഇതാണ് പറ്റിയ സമയം. ആ പാഷ എവിടേക്കാ പോകുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അയാളുടെ ബോസിന് എന്തോ അപകടം പറ്റി അങ്ങോട്ടേക്ക് അയാൾ പോകുന്നത്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ഓക്കേ, അപ്പോ ഇനി നമുക്ക് പോകാം. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടത്തണം. ഇതിൽ നമുക്ക് വേണ്ട ചില ഉപകരണങ്ങളുണ്ട്. ഇത് ക്രിസ്റ്റി പിടിക്കുക. ഇനി വരൂ. അവിടെ ആരോ ഒളിച്ചിരിക്കുന്നു. എവിടെ? വാ, എവിടെയാ? വേഗം വാ. ഒരാളാണെന്നാ തോന്നുന്നത്. അവിടെയാ. എവിടെ നോക്കട്ടെ. കാണുന്നില്ലല്ലോ. അയ്യോ! നീയൊക്കെ എവിടെയായിരുന്നു? ഡാ, മറ്റവൻ എന്തിയടാ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. ഞാൻ ആ ക്രിസ്റ്റിയുടെ ഫ്രണ്ടൊന്നുമല്ല. അവരെന്നെ തട്ടിക്കൊണ്ടുപോയതാ. ഞാൻ രക്ഷപ്പെട്ടു വന്നു. ഞാൻ ആരാ മോൻ? എന്നിട്ട് അവരെവിടെ? വാ, അവരെ ഞാൻ കാണിച്ചു തരാം. ചാം, നീ ഇവന്റെ കൂടെ പോ. നമ്മൾ രണ്ടുപേരും കൂടി പോയാലേ ശരിയാവില്ല. അവന്മാരെ കിട്ടിക്കഴിഞ്ഞ അപ്പോഴേ തട്ടിയേക്കണം. അത് ഞാൻ ഏറ്റു. അയ്യോ, എന്താ തല? അയ്യോ 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 അയ്യോ, ബോസിന്റെ ഫോട്ടോ. എടാ, നിന്നെയൊക്കെ ഇനി ഞാൻ ശരിയാക്കൂടാ. നിക്കടാ അവിടെ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ചാം, ഓടി വരണേ. അയ്യോ അമ്മേ, എന്റെ കാല്. എടാ ചാം. അയ്യോ അയ്യോ. ഹലോ പപ്പ, ഞാനാ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ശരി പപ്പ. യെസ്, സക്സസ്. നമ്മൾ ജയിച്ചു. പാപ്പയൊക്കെ ഇവിടെ പെട്ടെന്നെത്തും. പപ്പ
ക്രിസ്റ്റി ക്രിസ്റ്റി ഓക്കെ അല്ലേ? മിസ്റ്റർ ആസാദ്? അതെ സാർ, ഞാൻ തന്നെയാ. ഭാഷയും സംഘവും ഇവിടെ എത്തിയെന്നാ തോന്നുന്നത്. ഏയ്, നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുക, ഞങ്ങളിപ്പോൾ വരാം. ഹലോ ഫോഴ്സ്, പ്ലീസ് കം. ഹലോ മിസ്റ്റർ പാഷ, നിങ്ങളുടെ സങ്കേതം ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അണ്ടറിലാണ്. എത്രയും പെട്ടെന്ന് സറണ്ടർ ആകുകയാണ് നിങ്ങൾക്ക് നല്ലത്. ആ ഭാഷ രക്ഷപ്പെട്ടു. വരൂ, അവൻ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം എനിക്കറിയാം. എല്ലാവരും വേഗം വരൂ. വേഗം. പാമ്പു! അയ്യോ പപ്പ, താഴെ ദേ ആ കുട്ടിയെ രക്ഷിക്കണം പപ്പ. കുട്ടിയോ? ഇനി ഏത് കുട്ടിയാ? ഞാനിപ്പോ കണ്ടതാ. അത് എവിടെ പോയാ കുട്ടി? എടാ, നിനക്ക് തോന്നിയതായിരിക്കും. कुटी पटा